കർത്താവിന് മഹത്വം. നമുക്ക് 5-ാം സങ്കീർത്തനം 8-ാം വാക്യം വായിക്കാം. 5-ാം സങ്കീർത്തനം 8-ാം വാക്യം. യഹോവേ, എന്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ, എന്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. മതി. എല്ലാവരും ആ വാക്യം ശ്രദ്ധിച്ചു എന്ന് കരുതുന്നു. യഹോവേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ, എൻ്റെ മുൻപിൽ നിന്റെ വഴിയെ നിരപ്പാക്കണം. ഇത്രയും വർഷങ്ങൾ ഞാൻ ഈ ചർച്ചിൽ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും സങ്കീർത്തനത്തിൽ നിന്ന് ഇന്ന് വരെ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. ഇവിടെ ഈ ചർച്ചിൽ പ്രസംഗിച്ചിട്ടില്ല. ഇതെൻ്റെ ആദ്യത്തെ സങ്കീർത്തന പ്രസംഗമാണ്. ഈ സന്ദേശത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇത് ജനിച്ചത് ഇന്നലെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വലിയ സന്തോഷത്തോടു കൂടെയാണ് ഞാൻ ഈ യോഗത്തിൽ നിൽക്കുന്നത്. ഞാൻ നിയോഗങ്ങളിൽ വിശ്വസിക്കുന്നയാളാണ്. ഒരു നിയോഗത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവേ, 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ പ്രഥമ യോഗമാണ്, പ്രഥമ ദിവസമാണ്. പകലത്തെ കഴിഞ്ഞു വൈകിട്ട്. അപ്പം ഇന്ന് പ്രഥമ ദിവസമാണ്. ഈ തുടക്ക ദിവസം ഈ സഭയോട് പറയാൻ ഈ ദൂതല്ലാതെ മറ്റേതെങ്കിലും ഒന്ന് ഉണ്ടോ? പ്രകാശിപ്പിക്കണം, അങ്ങ് ഹിതമറിയിക്കണം, നിയോഗം തരണം. പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് പ്രതികരണം ഉണ്ടായില്ല. പരിശുദ്ധാത്മാവ് എനിക്ക് ഇല്ലുമിനേഷൻ തന്നത്, പ്രകാശനം തന്നത് ഈ വചനമാണ്. ഇന്നലെ പിറന്ന ഈ സന്ദേശം ഇന്നിവിടെ ഈ സഭയോട് പങ്കുവെക്കാൻ അതിശക്തമായ നിയോഗം എനിക്കുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഒരു മണിക്കൂർ നീണ്ട ഒരു പ്രസംഗം ചെയ്തു പോകുക എന്ന ലക്ഷ്യത്തോടു കൂടി അല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഈ വചനം ഇവിടെ വിഭജിക്കുമ്പോൾ തന്നെ ഈ വചനത്തിൻ്റെ അസാധാരണ ശക്തി കൊണ്ട് ഒരു വിടുതൽ ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. ആമേൻ. സന്തോഷിപ്പിക്കണമേ, സങ്കടം മാറ്റണമേ, സന്തോഷിപ്പിക്കണമേ, സങ്കടം മാറ്റണമേ. വീഞ്ഞുള്ള വീട്ടിലെ ആനന്ദത്താലേ എന്നെ നിറയ്ക്കണമേ. വീഞ്ഞുള്ള വീട്ടിലെ ആനന്ദത്താലേ എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിവർത്തിക്കണമേ,
പരിവർത്തിക്കേണമേ. തളരുന്ന എന്നെ, പതറുന്ന എന്നെ ശക്തീകരിക്കേണമേ. തളരുന്ന എന്നെ, പതറുന്ന എന്നെ ശക്തീകരിക്കേണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു. ഞങ്ങളെപ്പോലെയുള്ള ദൈവദാസന്മാരുടെ പിച്ച് കീബോർഡിനകത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ അസാധാരണ കഴിവുള്ളവർക്കേ പറ്റുള്ളൂ. കാരണം ഞങ്ങൾ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഇങ്ങനെ പിച്ച് മാറ്റുന്നവരാണ്. ഞങ്ങൾക്ക് പിച്ചല്ല, പിച്ചും പേയുമാണ്. ഞങ്ങൾക്കെന്ന് പറയേണ്ട എൻ്റെ കാര്യം പറയുക. പിന്നെ പാടാനുള്ള കൊതി കൊണ്ട് ബിജു പാസ്റ്ററൊക്കെ ഇത്ര അലറി പ്രസംഗിച്ചിട്ട് ഇത്ര മനോഹരമായിട്ട് പാടാൻ വരുന്നത് എനിക്ക് അത് കണ്ടപ്പം സത്യം പറഞ്ഞ ഒരു ചെറിയ കുശുമ്പ് തോന്നി. അതൊക്കെ ഒരു ദൈവത്തിൻ്റെ കൃപയാണ്. എൻ്റെ താങ്ങാനാവാത്ത ഒരു സങ്കടത്തിൻ്റെ നടുവിൽ ഞാൻ എഴുതി ഈണം പകർന്ന പാട്ടിൻ്റെ വരികളാണ്. അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ അടുത്ത വരികളിലേക്കൊന്നും പോകുന്നില്ല. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനം. ഈ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു പ്രഭാത പ്രാർത്ഥനയാണിത് ദാവീദിൻ്റെ. പക്ഷെ ഈ പ്രഭാത പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതിൽ താൻ അവതരിപ്പിക്കുന്ന വിഷയങ്ങളെല്ലാം അതീവ ഗൗരവമുള്ളതാണ്. അതീവ ഗൗരവമുള്ളതാണ്. ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ. കോയമ്പത്തൂരിൽ നിന്നൊരു സഹോദരൻ നമ്മുടെ ഈ മീറ്റിങ്ങിൽ ഓൺലൈനിൽ കയറിയിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു. ഡെലിവറൻസ് ചർച്ച അറിയാത്ത ഒരു സഹോദരൻ പ്രഭാകര പ്രത്യേക വന്ദനം. നിങ്ങൾക്കറിയാം, വർഷങ്ങളായിട്ട് നിങ്ങളുടെ ചർച്ചിലെ മീറ്റിങ്ങിന് ഫോളോ ചെയ്യുന്നയാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ലൗലി മരിച്ചുപോയി. അദ്ദേഹം മാനസികമായി വളരെ വേദനിക്കുന്നൊരു സഹോദരനാണ്. പക്ഷേ കർത്താവിനെ ഒത്തിരി സ്നേഹിക്കുന്നയാളാണ്. സ്ഥിരമായി എൻ്റെ യോഗങ്ങളിൽ അദ്ദേഹം ഓൺലൈനിൽ കയറുന്നയാളാണ്. നിങ്ങൾ അറിയാതെ പോകരുത്. നിങ്ങളുടെ യോഗങ്ങൾ ഫോളോ ചെയ്യുന്ന നിങ്ങളറിയാത്ത ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും വന്ദനം ചെയ്യുക. നമുക്ക് ഈ സങ്കീർത്തനത്തിൻ്റെ പൊതു സ്വഭാവം ഒന്നും ഇനി അവതരിപ്പിക്കാൻ ഞാൻ സമയമെടുക്കാതെ ഈ വിഷയ വിഭജനത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് വരികയാണ്. കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. ദാവീദ് പ്രാർത്ഥിക്കുന്ന ആ വാചകം ശ്രദ്ധിച്ചേ. യഹോവേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ. എൻ്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണം. ആ വാക്യം ആദ്യം ഒന്ന് വിഭജിക്കാം. നമുക്കെല്ലാവർക്കും മനസ്സിൽ ഓർക്കത്തക്ക നിലയിൽ ആ വാക്യം ഒന്ന് വിഭജിക്കാം. രണ്ട് വിഷയം ദാവീദ് തൻ്റെ പ്രാർത്ഥനയിൽ ഈ വാക്യത്തിൽ വെച്ചേക്കുന്നു. രണ്ട് വിഷയം. ഒന്ന്, യഹോവേ നിന്റെ നീതിയാൽ എന്നെ നടത്തണം. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവമേ നീ നിന്റെ നീതി വെളിപ്പെടുത്തണം.
2, എൻ്റെ മുൻപിൽ നിന്റെ വഴിയെ നിരപ്പാക്കണം. രണ്ടാമത്തെ പ്രാർത്ഥനാ വിഷയം വഴി നിരപ്പാക്കണം. നീതി നടത്തണം, വഴി നിരപ്പാക്കണം. ഞാൻ ഈ വാക്യത്തിലേക്ക് വിഭജനത്തിലേക്ക് കയറും മുമ്പ് നിയോഗം ദൈവാത്മാവ് തരുന്നത് കൊണ്ട് ദൂത് പറയട്ടെ. ഈ 21 ദിവസത്തെ പ്രാർത്ഥന തീരുന്നതിന് മുൻപ് സംഭവിക്കാൻ പോകുന്ന 2 കാര്യങ്ങൾ. 1, നമ്മുടെ ചില വിഷയങ്ങളിൽ ദൈവം നീതി വെളിപ്പെടുത്തും. ദൈവം തന്റെ നീതി വെളിപ്പെടുത്തും. ഇതിനേക്കാൾ ആവേശമുള്ളതാണ് അടുത്ത വിഷയം. ദൈവം വഴി നിരപ്പാക്കും. ധൈര്യപ്പെടണം. ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യ ദിവസം സന്ധ്യയിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. നീതി നടത്തുന്ന ദൈവം, വഴി നിരപ്പാക്കുന്ന ദൈവം. അങ്ങനെയും ആ വാക്യത്തെ വിവക്ഷിക്കാം. എന്നാൽ ദാവീദ് പറയുന്നത് നീതി നടത്തണമേ, വഴി നിരപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു കാരണം ദാവീദ് പറയുകയാണ്. എന്തുകൊണ്ട് നീ നീതി വെളിപ്പെടുത്തണം? എനിക്ക് ശത്രുക്കളുണ്ട്. എത്ര മനോഹരമാണ് ആ വാക്യം അല്ലേ? അതാണ് എൻ്റെ ശത്രുക്കൾ നിമിത്തം നീതി നടപ്പാക്കണം. എൻ്റെ ശത്രുക്കൾ നിമിത്തം വഴി നിരപ്പാക്കണം. കുറച്ചു പേരോട് എൻ്റെ കൂടെ വരാനുണ്ട്. ആ വാക്യം അങ്ങനെ ഒന്ന് മനസ്സിൽ കയറട്ടെ എന്ന് പറഞ്ഞാൽ വെറുതെ നീതി നടപ്പാക്കണമെന്ന് പ്രാർത്ഥിക്കുമല്ല. എൻ്റെ ശത്രുക്കൾ നിമിത്തം നീ നീതി നടത്തണം. 2, എൻ്റെ ശത്രുക്കൾ നിമിത്തം നീ വഴി നിരപ്പാക്കണം. ദൈവം ആ പ്രവൃത്തി ഇന്ന് ആരംഭിക്കും. നീതി നടത്തുന്നവന്റെ വലങ്കരം, വഴി നിരത്തുന്നവന്റെ മഹാഭുജം ഈ രാത്രി ഇതിനകത്ത് വെളിപ്പെട്ട് നിൽക്കുമ്പോ ആ കരസ്പർശനം ഒന്ന് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാശിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ. ദൈവാത്മാവ് നമ്മെ ഉറപ്പിക്കുന്ന രാത്രിയാണ്. അപ്പൊ നമുക്ക് ശരിക്കും എന്ത് നിമിത്തമാണ് നീതി നടത്തേണ്ടത്, വഴി നിരപ്പാക്കേണ്ടതെന്ന് ദാവീദ് പറയുന്നത് കൊണ്ട് തന്നെ ഈ വാക്യത്തിൽ ഗഹനമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗം ദാവീദിന്റെ ശത്രുക്കളെ കുറിച്ചാണ്. ശത്രുക്കൾ നിമിത്തമാണല്ലോ ദൈവം നീതി നടത്തേണ്ടത്. ശത്രുക്കൾ നിമിത്തമാണല്ലോ വഴി നിരപ്പാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ശത്രുക്കളെ കുറിച്ചാണ് നമ്മൾ ഈ സന്ദേശത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഒന്ന് ധ്യാനിക്കേണ്ടത്. നിങ്ങൾ നോക്കിയാൽ ഞാൻ എല്ലാ സങ്കീർത്തനങ്ങളിലേക്കും പോകാതെ അത്യാവശ്യം ഇന്നലെ വെളുപ്പിനെ 5:30 മണിക്ക് ഞാൻ കുറിച്ച കുറച്ച് വാക്യങ്ങൾ ഓടിച്ചൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണേ. 3-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യം വായിച്ച്. യഹോവേ എഴുന്നേൽക്കണമേ, എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ, നീ എന്റെ ശത്രുക്കളെയൊക്കെയും ചെകിട്ടത്തടിച്ചു. കണ്ടോ, ആ പദമാണ് ശ്രദ്ധിക്കേണ്ടത്. നീ ശത്രുക്കളെ ചെകിട്ടത്തടിച്ചെന്നല്ല, നീ എന്റെ ശത്രുക്കളെ. നമ്മളാരും ഒരഭ്യാസവും കാണിക്കണ്ട.
നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവൻ, എവിടെ കൊടുക്കണമെന്നറിയാവുന്നവൻ, അടി എവിടെ. വ്യാപരിക്കുന്ന ശത്രുശക്തികളോട് എങ്ങനെ ഇടപെടണമെന്ന് നമുക്കറിയില്ല, പക്ഷെ അറിയാവുന്നവൻ അത് ചെയ്യും. നമ്മൾ അങ്ങനെ വിശദീകരിക്കുന്നില്ല. എൻ്റെ ശത്രുക്കൾ എന്നുള്ള പ്രയോഗമാണ്. 6:10 നോക്കിക്കേ, സങ്കീർത്തനം തന്നെ. എൻ്റെ ശത്രുക്കൾ എല്ലാവരും ലജ്ജിച്ച് ഭ്രമിക്കും. മതി, ഉണ്ടോ? എൻ്റെ ശത്രുക്കൾ. 9:3 എന്റെ ശത്രുക്കൾ പിൻവാങ്ങുകയിൽ ഇടറി വീണു. എന്റെ ശത്രുക്കൾ പിൻവാങ്ങുകയിൽ ഇടറി വീണു. 18:3 സ്തുത്യനായ യഹോവേ, ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. എന്റെ ശത്രുക്കളുടെ. ഇനി എന്തായാലും ഈ 21 ദിവസം ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് വേദപുസ്തകം വായിക്കാൻ ഇടയ്ക്ക് സമയം എടുക്കുമല്ലോ വീട്ടില്. വേറെ പല സങ്കീർത്തനങ്ങളിലും ഈ പ്രയോഗമുണ്ട്. ഏത് പ്രയോഗം? ശത്രു എന്നുള്ള പ്രയോഗമല്ല, എൻ്റെ ശത്രുക്കൾ. അതൊന്ന് എണ്ണിയെടുത്ത് എഴുതിയിട്ട് ബിജു പാസ്റ്ററെ വിളിച്ചു പറഞ്ഞാലും മതി. ബിജു പാസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞോളും. ഞാൻ ഇതുവരെ എണ്ണിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ പിറന്ന സന്ദേശമാണിത്. ഞാനിത് പറയാൻ കാര്യം എന്നാണെന്നറിയോ? ഈ പദം ദാവീദ് ആവർത്തിക്കുകയാണ്. എൻ്റെ ശത്രുക്കൾ, എൻ്റെ ശത്രുക്കൾ. അപ്പം ദാവീദിൻ്റെ ഈ ഭക്തനായ മനുഷ്യൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ സ്തുതി എന്ന പദം ദാവീദ് ആവർത്തിച്ചിട്ടുള്ളതുപോലെയാണ് ഈ ശത്രുക്കൾ എന്ന പദവും ദാവീദ് ആവർത്തിച്ചേക്കുന്നത്. എൻ്റെ ശത്രുക്കൾ, എൻ്റെ ശത്രുക്കൾ. ഈ പ്രയോഗം ആവർത്തിച്ചേക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ധ്യാനിച്ചേ പറ്റൂ. അല്ല, ആരാണ് ശത്രു എന്നറിയണ്ടേ? എൻ്റെ ശത്രുക്കൾ, എൻ്റെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ ആരാണ് ശത്രു എന്നറിയണം. എന്തുകൊണ്ടാണ് ദൈവം നീതി നടത്തേണ്ടത്, എന്തുകൊണ്ടാണ് ദൈവം വഴിനിരത്തേണ്ടത് എന്ന് കൃത്യമായി നമുക്കറിയണമെങ്കിൽ ദാവീദിന്റെ ശത്രുക്കൾ ആരാണെന്നറിയണം. അങ്ങനെയാണ് ആ വാക്യത്തിൻ്റെ ഗതി, അങ്ങനെയാണ് ആ വാക്യത്തിൻ്റെ സംവേദന രീതി, പഠന രീതി. ശത്രുക്കളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കളാണോ കൂടുതൽ, അതോ സ്നേഹിതരാണോ കൂടുതൽ? ഞാൻ ഇന്നലെ മുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണമൊന്നും പറയണ്ട, ഒന്ന് മനസ്സിൽ കണക്ക് കൂട്ടി നോക്കി. ഇപ്പം പലരുടെയും മനസ്സിൽ പലരുടെയും മുഖം വന്നിട്ടുണ്ട്. പുള്ളി എനിക്ക് പോരാ, അല്ലേ? പുള്ളിക്കാരിയും എന്നോടത്ര പോരാ. അങ്ങനെ പലരുടെയും മുഖം വന്നോ? പലരുടെയും മുഖം. നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്കറിയാമല്ലോ. ഹല്ലേലൂയ. എനിക്ക് വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ഞാനൊരു ഉത്തരം പറഞ്ഞാൽ, വേദപുസ്തക ചരിത്രത്തിൽ, നല്ല ലോക ചരിത്രത്തിൽ, ഉലകത്തിൽ ഏറ്റവും നല്ലവനെന്ന വിശേഷണം നമ്മുടെ കർത്താവിന് മാത്രമാണ്, അല്ലേ? നമ്മുടെ കർത്താവിനും അവനെ പോലെ നല്ലവൻ ആരുമില്ല. പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപികളോട് വേർപെട്ടവൻ, പവിത്രൻ, നിർമ്മലൻ. നിങ്ങളിൽ ആർക്കെൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താമെന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ ആരുമില്ലായിരുന്നു. അപ്പോൾ അത്രയ്ക്കും പരിശുദ്ധനായ എൻ്റെ കർത്താവിൻ്റെ ഐഹിക ശുശ്രൂഷാകാലം നിങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് കേട്ടിട്ടുള്ളവരും പഠിച്ചിട്ടുള്ളവരുമാണ്. യേശുവിനുള്ളത്രയും ശത്രുക്കൾ വേറെ ആർക്കും ഇല്ലായിരുന്നു. എൻ്റെ വീക്ഷണമാണ്. ചിന്തിച്ചു നോക്കി, ഇത്രേ നല്ലവനായി ജീവിച്ചിട്ടും യേശുവിന് ശത്രുക്കളുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ശത്രുക്കളുണ്ടായിരുന്നു. ഈ ശത്രു എന്നുള്ള പദം വിശേഷിച്ച് ഉപവാസ പ്രാർത്ഥനയിൽ വളരെ പ്രധാനപ്പെട്ടൊരു പദമാണ്.
അല്ലേ? നമ്മൾ അവനെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ശത്രുവായവൻ എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് നമ്മൾ. നമുക്ക് ഈ ചില പാട്ടുകൾ പാടുമ്പം തന്നെ ഒരു ആവേശമുണ്ട്. ശത്രുവിൻ തല തകർത്ത, അത് പാടുമ്പം നമ്മുടെ മനസ്സിൽ പലരും വരും. അവനോട് ഇടപെടണമേ, അവളോട് ഇടപെടണമേ. പിന്നെ വേറെ പാട്ടുണ്ട് അല്ലേ? ശത്രുക്കൾ മുൻപാകെ ഒക്കെയാണ് നമുക്കത് ഒടുവിലൊന്ന് പാടണം. അങ്ങനെയൊക്കെ ശത്രു എന്ന് ചേർന്ന് വരുന്ന പാട്ട് പാടാനും നമുക്കൊരു മുഖത്തെ സന്തോഷം കണ്ടോ? അതൊരു നമുക്ക് അങ്ങനെയാണ് നമ്മളെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ശത്രുക്കൾ എന്ന് പറയുമ്പോൾ. ശ്രദ്ധിച്ചേ, ഒരു കാര്യം ഉറപ്പാണ്, യേശുവിന് ശത്രുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കെല്ലാവർക്കും ശത്രുക്കളുണ്ട്. അത് സമ്മതിക്കണം. പിന്നെ സ്നേഹിതരാണോ കൂടുതൽ, ശത്രുക്കളാണോ കൂടുതൽ എന്നൊരു ചോദ്യമുണ്ട്. അത് നമുക്ക് തന്നെ എണ്ണി തിട്ടപ്പെടുത്താവുന്നുള്ളതേ ഉള്ളൂ. സ്നേഹിതന്മാരുടെ ലിസ്റ്റ് എഴുതുക, ശത്രുക്കളുടെ ലിസ്റ്റ് എഴുതുക. അപ്പോൾ എനിക്ക് സ്നേഹിതന്മാരാണോ കൂടുതൽ, ശത്രുക്കളാണോ കൂടുതൽ എന്നറിയാനായിട്ട് പറ്റും. പോട്ടെ. അപ്പോൾ ശത്രുക്കൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വലിയ കാര്യം, അതിന് വലിയ പ്രസക്തിയില്ല. ശത്രുക്കൾ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് പറഞ്ഞു വരുന്നത്. കാരണം യേശുവിന് ശത്രുക്കൾ ഉണ്ടായിരുന്നു, നമുക്കും ശത്രുക്കളുണ്ട്. അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചിന്തയ്ക്ക് പ്രസക്തിയില്ല. എന്നാൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഈ ദാവീദ് എൻ്റെ ശത്രുക്കൾ എൻ്റെ ശത്രുക്കൾ എൻ്റെ ശത്രുക്കൾ എന്ന് ഇത്രയും ആവർത്തിച്ച് പറയുമ്പോൾ നമ്മൾ അറിയണ്ടേ, ഏത് ദാവീദ്? വെറും ദാവീദ് എന്ന് പറയരുത്, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവന്. എനിക്ക് അതൊക്കെയാ പെട്ടെന്ന് ഈ വാക്യം പഠിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ, അയ്യോ, ദൈവത്തിൻ്റെ ഹൃദയം എങ്ങനാണോ അങ്ങനെയാണ് ദാവീദിൻ്റെ ഹൃദയം. ആ ദാവീദിന് ശത്രുക്കളോ? ഷോ, അങ്ങനെ ചിന്തിച്ചു നോക്കി. കിന്നരത്തിന്റെ കമ്പികളിൽ ദാവീദ് തന്റെ കൈവിരലുകൾ പായിച്ചാൽ പിറന്നു വീഴുന്ന സ്തോത്രഗീതങ്ങൾ എത്രയാണ്. സത്യത്തിൽ ദാവീദ് കുറെ സങ്കീർത്തനം എഴുതിയത് കൊണ്ടാണ് സഭായോഗത്തിൽ നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. ഹല്ലേലൂയ, സത്യമല്ലേ? ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ എല്ലാ ആഴ്ചയിലും ഒന്നും സങ്കീർത്തനം വായിക്കത്തില്ല. ചില ആഴ്ചകളിൽ ഞാൻ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്ന ഇപ്പം യശയാപ്രവചനത്തിൽ നിന്ന് ഞാൻ പ്രസംഗിക്കുന്നതെങ്കിൽ അന്നത്തെ സഭായോഗത്തിൽ യശയാപ്രവചനത്തിൽ നിന്ന് 10 വാക്യം വായിക്കും, അത്രേ ഉള്ളൂ. സങ്കീർത്തനം വായിച്ചേ ഒക്കൂ എന്നൊന്നും ഇതുവരെ ഒരു പുസ്തകത്തിലും ഞാൻ കണ്ടില്ല. ഹല്ലേലൂയ. ചിലരെന്നെ കണ്ണുമിഴിച്ച് നോക്കുന്നുണ്ട്, പുള്ളി ഒരു തിരുത്തൽവാദിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചില വാദം എനിക്കുണ്ട്. അത് നല്ലതാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ സങ്കീർത്തനം ഒഴിവാക്കേണ്ട, സങ്കീർത്തനം വായിക്കണം. ഞാൻ പറഞ്ഞത് ദാവീദിനെ പോലെ ഉള്ള കുറച്ച് പേര് സങ്കീർത്തനം എഴുതിയത് കൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. പിന്നെ നമ്മുടെ പ്രത്യേകത അറിയാമല്ലോ. ഞാൻ പണ്ട് ഏതോ ഒരു വർഷം ഇവിടെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെയൊക്കെ പലരുടെയും സന്തോഷിപ്പിച്ച വാക്യം സങ്കീർത്തനത്തിൽ നിന്ന്. ഈ സങ്കീർത്തനത്തിൽ നിന്ന് മാത്രം സന്തോഷിപ്പിക്കുന്ന ആ സൈക്കോളജി എനിക്ക് ഇതുവരെയും പിടികിട്ടിയിട്ടില്ല. ബാക്കി 65 പുസ്തകം ബൈബിളിലുണ്ട്. പക്ഷെ സന്തോഷിപ്പിച്ചാൽ സങ്കീർത്തനത്തിനെ സന്തോഷിപ്പിക്കൂ. അതെന്താണെന്ന് ഇനി അത് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്, ഒന്ന് മാറ്റിപ്പിടിക്കുന്നേ. ഹല്ലേലൂയ. സുവിശേഷങ്ങളിൽ നിന്നൊക്കെ സന്തോഷിപ്പിക്കും, വായിക്കാത്തതുകൊണ്ടാണ്. പിന്നെ ഇത് വായിക്കുമ്പോൾ ഒരു സുഖമാണ്. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അപ്പം ഈ വിടുവിക്കുമെന്നൊക്കെ പറയുന്ന പദവും നമ്മളുമായിട്ടൊരു ബന്ധമുണ്ട്. വിടുതലാണല്ലോ നമ്മുടെ സ്വപ്നം. അതുകൊണ്ട് പിന്നെ എന്നാ ഒക്കെ പ്രത്യാശയുടെ പാട്ട് പാടിയാലും, കാന്തം വരാറായി ഞാനും പോകാറായി എന്ന് പാടിയാലും ഞാൻ അവനെ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. ആ വാക്യമൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു 30 വർഷം കൂടെങ്കിലും ഇരിക്കണമെന്നുള്ള ആഗ്രഹവും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പോസിറ്റീവ് സൈഡ് ഈ സങ്കീർത്തനത്തിനുണ്ട്. അതേസമയം മറ്റു വേദഭാഗങ്ങളിലേക്കൊക്കെ പോയാൽ നമ്മളെ വിരൽ ചൂണ്ടുന്ന വാക്യങ്ങളാണ് പലതും. എഫ് ലേഖനം, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്ന് ഈ വാക്യം ആരെങ്കിലും വായിച്ചു കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ചയിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെടുകയും എന്നോട് കൃത്യമായി വാദിക്കുകയും ചെയ്തൊരു വേദഭാഗം വായിച്ചുകൊണ്ടിരുന്നു കൊള്ളാം.
എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം. ചിലർ മുഖത്ത് കൈവച്ചു. ഇത്രയും കാലത്തിനോടകം നമ്മൾ തൊടുകയില്ല. അതിൻ്റെ കാര്യം എന്താ അറിയോ? നമ്മളെ അറസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്ന മേഖലകളിൽ നിന്ന് നമ്മൾ ഇടവഴിയിലൂടെ മുങ്ങും. കണ്ടിട്ടുണ്ടോ? ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. പണ്ട് ലൈസൻസ് എടുക്കാതെ 5 വർഷം വണ്ടി ഓടിച്ച ആളാണ് ഞാൻ. 4 വീലർ അല്ല, 2 വീലർ, 4 വീലർ ഇല്ലാതിരുന്ന കാലത്ത്. അപ്പോൾ എവിടെങ്കിലും ചെക്കിംഗ് ഉണ്ടെന്ന് വരുന്നവർ പറഞ്ഞാൽ നമ്മൾ അന്നേരം പുതിയൊരു വഴി ഉണ്ടാക്കും. എത്രയോ പേരുടെ പറമ്പിൽ കൂടെ സൈഡിൽ കൂടെ നമ്മൾ വണ്ടിയും കൂടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ചില മേഖലകൾ ഞാൻ ദൈവത്തോട് പറയാം, വേദപുസ്തകത്തെ ആരും അങ്ങനെ കാണരുത്. ഇത് മുഴുവൻ ദൈവത്തിൻ്റെ വചനമാണ്. ഇത് മുഴുവൻ ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. അപ്പോൾ നോക്കിക്കേ, എന്തുകൊണ്ടാണ് ദാവീദിന് ശത്രുക്കൾ ഉണ്ടായത്? ഇപ്പൊ ദാവീദ് പറയുന്നത്, എൻ്റെ ശത്രുക്കൾ നിമിത്തമാണ് നീ നീതി നടപ്പാക്കേണ്ടത്, നീ വഴി നിരപ്പാക്കേണ്ടത്. അപ്പൊ നീതി നടത്തേണ്ടതും വഴി നിരത്തേണ്ടതുമായ ദാവീദിന്റെ ആവശ്യം എന്ന് പറയുന്നത് ശത്രുക്കളാണ്. ശത്രുക്കൾ നിമിത്തമാണ്. ദാവീദിന് ശത്രുക്കൾ ഉണ്ടായതിൻ്റെ 2 കാരണങ്ങളാണ് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് കാണാൻ കഴിയുക. ദാവീദിന് എൻ്റെ ശത്രുക്കൾ എൻ്റെ ശത്രുക്കൾ എൻ്റെ ശത്രുക്കൾ എന്ന് ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ദാവീദിന് ശത്രുക്കൾ ഉണ്ടായതിൻ്റെ 2 കാരണങ്ങൾ. 1, സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്ത് ഞാൻ നിന്നാൽ, അഭിഷേകത്തിൻ്റെ ജ്വലനത്തിന് വേണ്ടി ഞാൻ നിന്നാൽ, ദൈവത്തിൻ്റെ വഴിയിൽ ഞാൻ നടന്നാൽ എനിക്ക് ശത്രുക്കൾ ഉണ്ടാവും. ദാവീദിന് ശത്രുക്കൾ ഉണ്ടായതിൻ്റെ 2 കാരണമാണ് നമ്മളിപ്പം ചിന്തിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ഞാൻ പറഞ്ഞത്. സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്ത് നമ്മൾ നിന്നാൽ സംശയിക്കണ്ട, നമുക്ക് ശത്രുക്കളുണ്ടാവും. നമുക്ക് ശത്രുക്കളുണ്ടാവും. തെളിവ് എന്താണ്? തെളിവ് ദൈവമക്കൾക്ക് എല്ലാവർക്കും അറിയാം. ശൗലിനെ ദൈവം രാജസ്ഥാനത്ത് നിന്ന് നീക്കി. എനിക്ക് ആ ഭാഗം പറയുമ്പോഴും വായിക്കുമ്പോഴും ഒരു ഭയമാണ്. കാരണം തോൾ മുതൽ എല്ലാവരെക്കാളും പൊക്കമുള്ള ഒരു രാജാവിനെയാണ് ദൈവം ഇസ്രായേലിന് കൊടുത്തത്. ഈ ദൈവം കൊടുത്തു എന്ന് പറയുന്ന ആ ഭാഗം നമ്മൾ പഠിച്ചാൽ അറിയാതെ കർത്താവിനെ സ്തുതിക്കും. ദൈവം ആർക്ക് എന്തോ കൊടുത്താലും നല്ലതേ കൊടുക്കും. കാരണം ഇസ്രായേൽ സഭക്കാർക്ക് അവരുടെ രാജാവ് എന്തിയെന്ന് ചൂണ്ടിക്കാണിക്കാൻ എളുപ്പമാണ്. 10,000 നിൽക്കുന്നിടത്തായാലും. കാരണം എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമാണ്. പക്ഷേ 1 ശമൂവേൽ 16 വായിക്കരുത്. 16 ദൈവം ശമൂവേലിനോട് പറയുന്നൊരു വാചകമുണ്ട്. ശമൂവേലേ, ശൗലിനെ ഞാൻ രാജസ്ഥാനത്ത് നിന്ന് നീക്കി എന്ന് നീ അറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിച്ചിരിക്കും. കർത്താവ് പറഞ്ഞ ദൈവം തമ്പുരാൻ പറഞ്ഞ ആ വാക്ക് ഭയങ്കര വിശദീകരണം വേണ്ട വാക്കാ. എത്ര മനോഹരമാണ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു രത്ന ചുരുക്കത്തിൽ ഒരു വാക്കം പറയാം, ഒരു വാചകം പറയാം. ഈ ദുഃഖിച്ചിരിക്കുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. അതാ ദൈവം പറഞ്ഞ ആ വാക്യത്തിന്റെ ഒരർത്ഥം. നീ എത്രത്തോളം അവനെക്കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കും. കാരണം നീ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു ഗുണവും ഇല്ല. അതാ ദൈവം പറഞ്ഞു. ഞാൻ ദൈവമക്കളോട് പറയുകയാണ്, വെറുതെ ദുഃഖിച്ചിരിക്കരുത്. അത് എൻ്റെ വാക്കുകളല്ല, ദൈവത്തിന്റെ വാക്കുകളാണ്. നീ എത്രത്തോളം ദുഃഖിച്ചിരിക്കും? ദൈവം പറയുന്നത്, നീ ശൗലിനെ കുറിച്ചല്ലേ ദുഃഖിക്കുന്നത്, ഞാൻ അവനെ തള്ളി. അത് ഭയപ്പെടേണ്ട ഒരു വാചകമാണ്. ദൈവം
പൊക്കവും വണ്ണവും ഒന്നും നോക്കിയല്ല നമ്മെ നിർത്തുന്നത്. ദൈവത്തിന്റെ പ്രമാണത്തിനകത്താണോ ഞാൻ നിൽക്കുന്നത്? ആമേൻ. അങ്ങനെയുള്ള നമ്മളെ തള്ളിക്കളയാൻ, തള്ളിയിടാൻ ഒരു ശക്തിക്കുമാവില്ല. എന്നാൽ ഇന്ന് രാത്രി കർത്താവിനെ ഭയപ്പെടണം. ആക്കി വെക്കുന്നവന് നീക്കിക്കളയാനുമുള്ള അധികാരമുണ്ട്. അപ്പൊ ശമൂവേലിനോട് പറഞ്ഞു, നീ എന്തിനാ ദുഃഖിച്ചിരിക്കുന്നത്? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. അത് മനോഹരമായ ചിന്തയാ അല്ലേ? കൊമ്പിൽ തൈലം നിറച്ച്. ചിലരുടെ പോക്കും ചിലരുടെ ഇടപാടുകളും കണ്ടാൽ അറിയാം, കൊമ്പ് കയ്യിലുണ്ട്, പക്ഷേ കൊമ്പിൽ തൈലമില്ല. അതെന്താണെന്ന് വ്യാഖ്യാനിക്കണ്ടല്ലോ. കൊമ്പ് മാത്രമേ ഉള്ളെങ്കിൽ ഓർത്തോണം, കുത്താൻ സാധ്യതയുണ്ട്. ഈ കുത്തുന്നവരെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ ചിലർക്ക് വലിയ ഇഷ്ടമാണ്. ഒരു കുത്തെങ്കിലും ഒരാൾക്കിട്ട് കൊടുക്കണം. അങ്ങനെയുള്ളവരെ പിണങ്ങൊന്നും ചെയ്യരുത്. തൈലം കയ്യിലില്ല, പക്ഷെ കൊമ്പിൽ തൈലമുള്ളവർക്ക് കുത്താനാവില്ല. അത് മറ്റൊരാളിലേക്ക് പകരാനേ ആവൂ. നാം പകരുന്നവരാവണം, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരാവരുത്. ആമേൻ. അഭിഷക്തന്മാരെയോ സഹവിശ്വാസികളെയോ ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ വേദനിപ്പിക്കുന്നവരാകരുത്. വേദനിപ്പിച്ചാൽ കൊമ്പ് മാത്രം കൊണ്ട് നടക്കുന്നവരാണെന്ന് സമ്മതിക്കേണ്ടി വരും. എന്നാൽ കൊമ്പിൽ തൈലമുണ്ടെങ്കിൽ അവർക്കാരെയും വേദനിപ്പിക്കാനാവില്ല. അടുത്ത ഒരാളെയും കൂടെ അഭിഷേകം ചെയ്ത് ചേർത്ത് നിർത്താൻ കഴിയും. ഹല്ലേലൂയ. നമുക്ക് വാക്യങ്ങൾ അങ്ങനെ വ്യാഖ്യാനിച്ചു പോകാൻ നേരമില്ല, പെട്ടെന്ന് പറയട്ടെ. ശമൂവേൽ ഇശായിയുടെ വീട്ടിൽ ചെന്നു, ദാവീദിനെ അഭിഷേകം ചെയ്തു. ആ ഭാഗമൊക്കെ പണ്ടെപ്പോഴോ പറഞ്ഞു കാണും ഞാൻ. ആ ഭാഗമൊക്കെ എൻ്റെ ഓർമ്മ. ദൈവം എനിക്ക് തന്നിട്ടുള്ള പ്രധാന വചന വെളിപ്പാടുകളിൽ പലതും ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇവിടെ തന്നെയാണ്. ഈ ശമൂവേൽ അവിടെ ചെന്നപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. നിങ്ങൾ ആ മേഖല ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്കിന്നും അതൊരു വലിയ പ്രശ്നമാണ്. എന്താ പ്രശ്നം? ശമൂവേൽ അവിടെ ചെന്നപ്പോൾ ഈ തൈലം തലയിൽ വീഴേണ്ടയാൾ അവിടെ ഇല്ല. ദാവീദ് അവിടെ ഇല്ല. ബാക്കി ഈശായുടെ മക്കളെല്ലാം അവിടെയുണ്ട്. ഉള്ളതിൽ മൂത്തയാള് ഏലിയാബ് മൂത്തയാളിനെ കണ്ടപ്പോ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ശമൂവേൽ തൈലക്കൊമ്പ് കയ്യിലെടുത്തു. എന്തിനാ? അഭിഷേകം ചെയ്യാൻ പോവാ. പക്ഷേ ദൈവം ഇടപെട്ടു. ശുശ്രൂഷിക്കാനാ ശമൂവേലിനെ വിട്ടത്, കൊമ്പിൽ തൈലവുമായി വിട്ടത്. അപ്പം ആ കോട്ടേജ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തത് ദൈവമാണ്. കോട്ടേജ് മീറ്റിംഗിൽ ശുശ്രൂഷിക്കാനായി നിയോഗം നൽകിയതും ദൈവമാണ്. ദൈവ നിയോഗപ്രകാരമാണ് ശമൂവേൽ ചെന്നതും. പക്ഷേ ദാവീദിന്റെ മൂത്ത മകനെ കണ്ടോ തൈലക്കൊമ്പെടുത്തു. ദൈവം പെട്ടെന്ന് തടഞ്ഞിട്ട് ശമൂവേലിനോട് പറയുന്ന ഒരു വാചകമുണ്ട്. ശമൂവേലേ, മുഖമോ പൊക്കമോ നോക്കരുത്. ഓ, നിങ്ങളെ വാക്യം ധ്യാനിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. ദൈവം തടഞ്ഞില്ലായിരുന്നെങ്കിൽ, ദൈവം തെരഞ്ഞെടുക്കാത്തവന്റെ തലയിൽ ശുശ്രൂഷ ഉണ്ടെന്ന്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ശുശ്രൂഷ ഉണ്ടെന്ന് 100% നമുക്ക് ബോധ്യമുള്ള ആൾ അബദ്ധം കാണിച്ചേനെ. അതൊക്കെ വലിയ ചിന്തകളാണ്. നല്ല ആത്മനിറവിൽ ശുശ്രൂഷിക്കുന്ന ആളാണെന്ന് ബോധ്യമുള്ളവർക്കും അബദ്ധങ്ങൾ ഉണ്ടാവാം എന്ന പാഠമാണ് പരിശുദ്ധാത്മാവ് എന്നെ അവിടെ പഠിപ്പിച്ചത്. ദൈവം തടഞ്ഞു. എന്തുകൊണ്ടായിരിക്കും ശമൂവേലിന് അങ്ങനെ ഒരു അബദ്ധത്തിലേക്ക് പോകാൻ ഒരു താല്പര്യം തോന്നിയത്? ദൈവം പറഞ്ഞത് എന്താ? മുഖമോ പൊക്കമോ. അങ്ങനെ തോന്നാൻ കാര്യം, ശമൂവേൽ ആദ്യം അഭിഷേകം ചെയ്തയാള് പൊക്കമുള്ള ആളാണ്. അപ്പൊ ആ ശുശ്രൂഷയുടെ പരിചയമാണ് ശമൂവേലിന്റെ അകത്ത് കിടക്കുന്നത്. അപ്പൊ ശമൂവേലിന്റെ അകത്ത് കിടക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത്, ദൈവം രാജസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നവർ
സ്തോത്രം. എന്നോടൊപ്പം നിൽക്കുന്ന കുറച്ച് പേര്, താങ്ക് യു. ദൈവം രാജസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നവര് പൊക്കമുള്ളവരായിരിക്കും എന്നുള്ളതാണ്. കണ്ടോ കണ്ടോ, മുൻ ശുശ്രൂഷയുടെ പരിചയം ഈ ശുശ്രൂഷയിൽ ശമൂവേൽ അപ്ലൈ ചെയ്യുകയാണ്. ദൈവമക്കൾ അത് എന്നെ മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, എൻ്റെ മുൻ ശുശ്രൂഷയുടെ പരിചയം വെച്ച് ഞാൻ അടുത്ത ശുശ്രൂഷ ചെയ്യുന്നു. അപ്പം ഞാൻ ഏതിൽ നിന്നാണ് മാറി നിൽക്കുന്നേ? നിയോഗത്തിൽ നിന്ന്. ദൈവത്തിൻ്റെ നിയോഗത്തിൽ നിന്ന് ഞാൻ ഓട്ടോമാറ്റിക്കലി മാറുക. കണ്ടോ ദൈവമക്കളെ, വിശ്വാസ ജീവിതത്തിൽ വർഷങ്ങൾ പഴകുമ്പോൾ ദൈവത്തിൻ്റെ നിയോഗങ്ങളിൽ നിന്ന് നമ്മൾ ഒരു കാരണവശാലും മാറരുത്. നമുക്കവിടെ നിൽക്കാൻ നേരമില്ല, പോട്ടെ. എന്തായാലും ദൈവം തടഞ്ഞില്ലായിരുന്നെങ്കിൽ തൈലം ഒഴിച്ചേച്ച് പോയേനെ. വീട്ടിൽ ചെല്ലുമ്പോൾ ശമൂവേലിൻ്റെ കുടുംബം ചോദിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് പോയ മീറ്റിംഗ്? പകലത്തെ എന്നാ പകർച്ചയായിരുന്നു, ഭയങ്കര പകർച്ചയായിരുന്നു. ഞാൻ ആ കൊമ്പ് എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. ആമേൻ. ദൈവം തടഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ പൊട്ടിപ്പോയാനേം ശുശ്രൂഷയിൽ. ഞാൻ ഇന്ന് രാത്രി എന്നോടും കർത്തൃദാസന്മാരോടും പറയുക, പരിചയങ്ങളിൽ ഒരു പരിധിയിൽ കവിഞ്ഞ് നമ്മൾ ആശ്രയിക്കരുത്. നമ്മുടെ നിയോഗങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം. ദൈവം ചാടാൻ പറഞ്ഞാൽ ആമേൻ, പടകിനകത്ത് പിന്നെ നീ ഇരിക്കണ്ട, ചാടിക്കോ. വെള്ളത്തിലോട്ടാ ചാടാൻ പറഞ്ഞത്. സഹോദരി സഹോദരന്മാരെ, കർത്താവ് പറയുന്നത് ചെയ്തോളൂ. നീ ലജ്ജിച്ചു പോകത്തില്ല, നീ ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഈ നിയോഗങ്ങളെ കുറിച്ച് പെട്ടെന്ന് ഓർപ്പിച്ചതാ. പത്രോസ്, നീ എന്ത് ധൈര്യത്തിലാണ് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയത്? എനിക്ക് ധൈര്യം ഉണ്ടായിട്ടല്ല പാസ്റ്ററെ, എന്നോട് പറഞ്ഞവൻ, ഇറങ്ങിക്കോളാൻ പറഞ്ഞവൻ വെള്ളത്തിന്റെ മേൽ അധികാരമുള്ളവനാണ്. ആമേൻ. വേണമെങ്കിൽ പത്രോസ് ഒരു വാചകം കൂടെ അധികം പറയും. അതെന്തായിരിക്കും? പത്രോസ് വേണമെങ്കിൽ ഒരു വാചകം കൂടെ അധികം പറയും. അതെന്തായിരിക്കും? പാസ്റ്ററെ, യേശു നിൽക്കുന്നത് എവിടെയാ? കടലിലാ. കടലിലാ. ഞങ്ങൾ ഇരിക്കുന്നത് പടകിലാ. പടകിലാരില്ല? യേശുവില്ല. അപ്പൊ പത്രോസിന് വേണേ അങ്ങനെയും പറയാം, യേശു ഇല്ലാത്ത പടകിനേക്കാൾ എനിക്കിഷ്ടം യേശു ഉള്ള കടല്. തിരമാലകളുണ്ടെങ്കിലും സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിനെതിരെ മറുകരയെത്താൻ അനുവദിക്കില്ലെന്ന് വാദിച്ച് പൊങ്ങിത്താഴുന്ന തിരമാലകൾ നമുക്കെതിരെ ഉണ്ടെങ്കിലും ഇന്ന് രാത്രി ധൈര്യപ്പെടണം. ഇരിക്കുന്ന പടകിൽ അവൻ ഇല്ലെങ്കിലും ഓർത്തോണം, യേശു ഉള്ള ആ തിരമാലകളുള്ള കടലാ നല്ലത്. ദൈവാത്മാവനോട് പറയുന്നു, പലരും തിരമാലകളോട് മല്ലിടുകയാണ്, പ്രതിസന്ധികളോട് മല്ലിടുകയാണ്. ധൈര്യപ്പെടുക. അധികാരമുള്ളവൻ ആ തിരമാലകളെ ചവിട്ടി മെതിച്ച് നടക്കാൻ അധികാരമുള്ളവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്തൃ സാന്നിധ്യം ആത്മാവിലും ശരീരത്തിലും അനുഭവിക്കുന്ന ഒരു സഭയെന്ന് ആരും പോവുകയില്ല. അനുഭവിക്കുന്നവരാരും പോവുകയില്ല. പക്ഷേ കർത്താവ് അവിടെ ഇല്ലെങ്കിൽ പിന്നെ ആള് പോകുന്നതിന് കുറ്റമൊന്നും പറയണ്ട. കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടുന്ന് ആരും പോവുകയില്ല. ഇതിനകത്ത് ഇന്ന് രാത്രി നിറഞ്ഞു നിൽക്കുന്നത് കർത്താവിൻ്റെ സാന്നിധ്യമല്ലേ? ആ കർത്താവിൻ്റെ സാന്നിധ്യം മതിയാവോളം അനുഭവിക്കാൻ കഴിയട്ടെ. സാന്നിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ അകത്ത് കത്തുന്നൊരു ചിന്തയുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പലയിടത്ത് കേട്ടൊരു വാചകമാണ്, സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ഒരാൾ പറയുക, ആളുടെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. അതൊക്കെ വേദപുസ്തക വെളിച്ചത്തിൽ മണ്ടത്തരം പറയുക. എന്നാൽ ഈ പാവപ്പെട്ട ദൈവമക്കൾ ഇപ്പോൾ വചനമൊന്നും ഓർത്തല്ല, അവർ പാവങ്ങൾ അല്ലേലിയ പറയും. സാന്നിധ്യം ഇറങ്ങി വരണം. എവിടുന്ന്? 2 3 പേർ എൻ്റെ നാമത്തിൽ
കൂടി വരുമ്പോൾ ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. ആരും സാന്നിധ്യം ഇറക്കണ്ട. അത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമൊന്നുമല്ല. എന്ത് ചെയ്യാം? നമ്മുടെ ആത്മീയ ഗോളത്തിൽ ഇങ്ങനെ വേദപുസ്തക വിരുദ്ധമായ ഒരാത്മീയത ഇങ്ങനെ വ്യാപരിക്കുന്നുണ്ട്. അത് വചനം അറിയാവുന്നവരുടെ അടുത്ത് ചെലവാകത്തില്ല. യാക്കോബ് പറഞ്ഞ എന്താ? ഈ സ്ഥലത്ത് യഹോവയുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല. അങ്ങനെ പറ്റും. ദൈവസാന്നിധ്യം ഉള്ള സ്ഥലത്ത് അത് അറിയാതിരിക്കാൻ നമുക്ക് പറ്റും. പക്ഷെ ഇന്ന് രാത്രി ഇതിനകത്തുള്ള ദൈവസാന്നിധ്യം അറിയുന്നു എന്ന് പറയുമ്പോൾ അത് എങ്ങനെ അറിയാം? ഈ വചനത്തോട് വാ തുറന്ന് പ്രതികരിച്ചാൽ. കാരണം വചനം ദൈവമാ, വചനം ദൈവമാ. വാ തുറന്ന് വചനത്തോട് പ്രതികരിച്ചാൽ ആ സാന്നിധ്യം ആമേൻ. സങ്കടമുണ്ട്. ഒറ്റ വാക്ക് പറഞ്ഞു വിടാം. ആ സാന്നിധ്യത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് 3.5 വർഷം ലിറ്ററലി അക്ഷരീകമായി യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ചയാളാ യൂദ. എന്തെങ്കിലും മാറ്റം ഉണ്ടായോ യൂദയ്ക്ക്? നോ. ഇങ്ങനെയാണ് ചിലർ ആത്മീയ ജീവിതം. ദൈവസാന്നിധ്യം അനുഭവിക്കുന്നു എന്ന് പറയുന്നവരിൽ പോലും ഒരു മാറ്റമില്ല. ആ പരുക്കൻ സ്വഭാവവും ആ പരുക്കൻ പ്രകൃതവും ആ പരുക്കൻ വാക്കുകളും പലരെയും വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് എന്താ? അങ്ങനെയുള്ളവരുടെ ആത്മീയത ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരാരും ആത്മീയത്തിൽ വളരുന്നില്ല. ആത്മീയത്തിലെന്നും മാത്രമല്ല, ഭൗതിക മേഖലകളിലും അവരൊരു പരിധിക്കപ്പുറത്തേക്ക് പൊങ്ങുന്നില്ല. ഞാൻ അതുകൊണ്ട് ദൈവമക്കളോട് പറയുക, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ദൈവസാന്നിധ്യം ആത്മാവിൽ അനുഭവിച്ച് അതിനോട് അതരം തുറന്നു പ്രതികരിച്ചാൽ ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദാവീദ് അഭിഷക്തനായി ആ അഭിഷേകം കൊണ്ട് ഇസ്രായേലിനെ വെല്ലുവിളിച്ച ഗോലിയാത്തിനെ ഒരൊറ്റ കല്ലുകൊണ്ട് അവസാനിപ്പിച്ചു. ദാവീദിന്റെ സഞ്ചിയിൽ 5 കല്ല് ബാക്കിയാ. ഈ ഗോലിയാത്ത് കൊല്ലപ്പെട്ടു. ആ ഭാഗം ഒന്ന് വിശദീകരിക്കണ്ടല്ലോ, നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. വെല്ലുവിളിക്കുന്ന പോരുകളും അതിൻ്റെ അടവുകളും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇടയിൽ കുറച്ച് മലയാളം ഉണ്ടല്ലോ, അങ്ങനെ തന്നെ കിടക്കട്ടെ. എന്തായാലും പോരുകളും വെല്ലുവിളികളും എല്ലാം അവസാനിച്ചു ഒറ്റ കല്ലുകൊണ്ട്. ഇത് ഈ അഭിഷേകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? ഈ ശരിക്കും അഭിഷേകം ഉള്ളവൻ്റെ കയ്യിൽ ഒരു 4 കല്ല് ബാക്കി വരും. ഹല്ലേലൂയ. ഇനി അഭിഷേകം അടിച്ചു പോയവരാണെങ്കിൽ 5 കല്ലും തികയല്ലെന്ന് മാത്രമല്ല. ഹല്ലേലൂയ. കാരണം എന്തുകൊണ്ടാണ് ഈ കല്ല് തീരുന്നത്? എന്തുകൊണ്ടാണെന്നറിയോ? എറിയുന്നതൊന്നും കൊള്ളുന്നില്ല, ചുമ്മാ എറിയുക. നമ്മുടെ ഭാഷ പറഞ്ഞ വെറുതെ തള്ളുക. അത് കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ. ഞാൻ ദൈവമക്കളോട് പറയാം, ഞാൻ അതിനകത്തുനിന്നൊരു ദൂത് പറഞ്ഞോട്ടെ. ഇസ്രായേലിനെ ദാവീദ് രക്ഷിക്കാൻ ദാവീദിന് ചെലവായത് ഒരു കല്ല. മനുഷ്യവർഗത്തെ ശത്രുവായ ദുഷ്ടന്റെ കയ്യിൽ നിന്ന്, പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ യേശുവിന് ചെലവായത് തന്റെ ജീവനാ. ജീവൻ തന്ന് നമ്മെ രക്ഷിച്ച ആ കർത്താവിന് എങ്ങനെ നന്ദി പറയാതിരിക്കും അല്ലേ? കർത്താവേ, നീ എന്നെ രക്ഷിച്ചല്ലോ. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയാതിരുന്നപ്പോൾ എനിക്ക് വേണ്ടി ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്നതും സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നതുമായ പുണ്യാക രക്തത്താൽ എന്നെ രക്ഷിച്ചവനെ, എന്നെ വീണ്ടെടുത്തവനെ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ഇസ്രായേലിനെ ഗോലിയാത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ദാവീദിന് ഒരു കല്ലേ ചെലവായുള്ളൂ. നമ്മെ രക്ഷിക്കാൻ നമ്മുടെ കർത്താവിൻ്റെ ജീവൻ മുഴുവൻ ചെലവായി. അവൻ്റെ വിലയേറിയ രക്തം
ഓ കർത്താവിൻ്റെ സ്നേഹം എത്ര വലുതല്ലേ. ഞാൻ ചിന്തിക്കുന്നതിനോട് ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കാനല്ലേ നമ്മൾ എന്തുണ്ട്, നമ്മൾ ഒന്നുമില്ല. ദൈവസ്നേഹത്തെക്കുറിച്ചൊക്കെ എങ്ങനെ ഓർക്കാതിരിക്കുമല്ലേ. കർത്താവിൻ്റെ സ്നേഹം എത്ര ആഴമുള്ളതാണ്, എത്ര 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 വലിയതാണ്. ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിൻ എഴുതൂ. ആയിരം ആയിരം നാവുകളാൽ അതു വർണ്ണിപ്പതിൻ എഴുതൂ. 10,000 ചൊല്ലിടുവാൻ പാരില സാധ്യമോ. 10,000 ചൊല്ലിടുവാൻ പാരില സാധ്യമോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഓ എന്തതിശയമേ. Thank you Lord. We worship you Lord. കർത്താവേ നിന്റെ സ്നേഹം. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. കുത്തഴിഞ്ഞ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഈറ്റില്ലമെന്ന് വിളിക്കുന്ന കണ്ണൂര് ജനിച്ചു വളർന്നയാളാണ് ഞാൻ. എൻ്റെ അപ്പനൊരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. ആ അപ്പൻ്റെ ചുവട് വെച്ച് ഞാനും പോയിരുന്നെങ്കിൽ കണ്ണൂരിൻ്റെ രാഷ്ട്രീയ ചിത്രമനുസരിച്ച് എന്നെ ആരെങ്കിലും തല്ലിക്കൊന്നേനെ, അല്ലെങ്കിൽ ഞാൻ ആരെയെങ്കിലും കൊന്നിട്ട് ജയിലിൽ പോലെ. എന്നോടൊപ്പം 10ാം ക്ലാസ്സിൽ പഠിച്ച ബാബു ഗ്രിഗോറിയോസ് ഇന്നും വിയൂർ സെൻട്രൽ ജയിലിൽ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട് കിടക്കുക. ഞാനിത് അറിയാതെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരാൻ കാര്യം എന്നറിയോ, കർത്താവിൻ്റെ ഈ സ്നേഹം. ആമേൻ. അതാ എന്നെ ഇവിടെ നിർത്തിയത്. ഈ ഡെലിവറൻസ് ചർച്ചിൽ സഹോദരൻ നീ കയറി വന്നത് ബിജു പാസ്റ്റർ വിളിച്ചിട്ടല്ല, നിന്റെ യോഗ്യത നോക്കാതെ. അല്ലെങ്കിൽ ഇവിടുത്തെ MDMA കഴിച്ച് കഞ്ചാവ് അടിച്ച് ഈ കൊച്ചി പട്ടണത്തിൽ എന്നേ തീരേണ്ടതാണ്. എന്നാൽ അവന്റെ തിരഞ്ഞെടുപ്പ് ഓർക്കുമ്പോ അന്തരംഗം നന്ദി കൊണ്ട് നിറയുന്നില്ലേ? ഹല്ലേലൂയ. ആ ഒരൊറ്റ വിജയത്തോടുകൂടെ കാര്യങ്ങളുടെ ഗതി മാറി. ഇസ്രായേൽ കന്യകമാർ പാട്ടുപാടി. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. അടുത്ത വാക്യം അറിയാവല്ലോ. അന്നു മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. അപ്പോ ശത്രുക്കൾ, എൻ്റെ ശത്രുക്കൾ എന്ന് ദാവീദ് പറയുമ്പോ ദാവീദിന്റെ ശത്രുത്വം തുടങ്ങിയത് എവിടെയാ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. എപ്പോഴാണ് ശൗൽ എതിരായത്? ഒരു കല്ലുകൊണ്ട് ഗോലിയാത്തിനെ കൊന്നപ്പോ. അങ്ങനെ കൊല്ലാൻ കഴിഞ്ഞത് ദാവീദിന്റെ ഉന്നം കൊണ്ടല്ല, ദാവീദിന്റെ മേൽ വ്യാപരിക്കുന്ന നമ്മുടെ ഉന്നം കൊണ്ടൊന്നും നമുക്ക് പിടിച്ചു നീക്കാൻ പറ്റത്തില്ല പ്രിയരെ. നമ്മുടെ കഴിവ് കൊണ്ടൊന്നും പിടിച്ചു നീക്കാൻ പറ്റത്തില്ല. എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ഞാൻ മുഖസ്തുതി പറയുകയല്ല. CX ബിജു രാജ്യങ്ങളിൽ പലയിടത്തും കർത്താവിൻ്റെ വചനവുമായി നിൽക്കുന്ന ഫ്ലെയറൊക്കെ കണ്ടപ്പോൾ അറിയാതെ ഞാൻ കൈ ഉയർത്തി, കർത്താവേ, ഈ കൊച്ചി പട്ടണത്തിൽ PhD-കാരുണ്ട്, MTH-കാരുണ്ട്, ഒന്നിലധികം തിയോളജിയൻ ഡിഗ്രി ഉള്ളവരുണ്ട്. പക്ഷേ അവരൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുക. അതിന്റെ അർത്ഥം മനസ്സിലായോ? ഉന്നം കൊണ്ടല്ല, അത് കഴിവ് കൊണ്ടല്ല.
എനിക്കറിയില്ല, ഇന്ന് രാത്രി യോഗത്തിൽ ഇരിക്കുന്ന അഭിഷക്തന്മാരുടെ മേലും ദൈവമക്കളുടെ മേലും ദൈവാത്മാവിന് ഒരു വലിയ പകർച്ച സംഭവിക്കട്ടെ. നിന്റെ കഴിവുകൾക്കപ്പുറമായി, നിന്റെ പ്രാപ്തിക്കപ്പുറമായി നിന്നെ അസാധാരണ മനുഷ്യനാക്കി മാറ്റുന്ന ദൈവശക്തി രക്തം ചെയ്യും. ദൈവാത്മാ പറയുന്നു, ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് ചിലർ എഴുന്നേൽക്കുമ്പോൾ അവരുടെ കഴിവിനപ്പുറത്ത് വ്യാപരിക്കുന്ന ശക്തിയുടെ വലുപ്പം മൺകൂടാരത്തിൽ ഏറ്റെടുത്തേ പോകൂ. ഇല്ല, നിന്നെ വെറുതെ വിടത്തില്ല കർത്താവ്. ഹല്ലേലൂയ. ശത്രുവിനെ കാണുമ്പോ നമ്മൾ വിറയ്ക്കുവല്ല, നമ്മുടെ മുട്ടാടുവല്ല. അഭിഷേകമുള്ള നമ്മളെ കാണുമ്പോ ശത്രു വിറയ്ക്കണം. അപ്പം ദാവീദ് സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്താണ്. സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്ത് നിന്നതുകൊണ്ടാണ് അഭിഷക്തനായത്, തലയിൽ തൈലം വീണത്, ഒരു കല്ലുകൊണ്ട് ഗോലിയാത്തിനെ ജയിച്ചത്. ദാവീദ് പൂർണ്ണമായി ദൈവത്തിന്റെ വഴിയിലാണ്, ദൈവഹിതം അനുസരിക്കുകയാണ്, ദൈവത്തിന്റെ പാതയിലാണ്. അന്നു മുതൽ കണ്ടോ ശൗലിന് കണ്ണുകടി തുടങ്ങി. ശൗലും ശൗലിന്റെ ഫാൻസ് അസോസിയേഷനും, അങ്ങനൊക്കെ പറയാം, നമുക്ക് ഇന്നത്തെ ഭാഷയാണല്ലോ. ശൗലും ശൗലിന്റെ ഫാൻസും ശൗലിന്റെ കിങ്കരന്മാരും ദാവീദിനെതിരായി. ദാവീദ് എന്ത് ചെയ്തു? എന്റെ ചോദ്യം, ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് ഒരു തെറ്റും ചെയ്തില്ല, ദൈവഹിതം അനുസരിച്ചതേ ഉള്ളൂ. അപ്പൊ എന്റെ ശത്രുക്കൾ എന്ന് ദാവീദ് പറയുന്നതിന്റെ ഒരർത്ഥം ഇതാണ്: സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്തേക്ക് നമ്മൾ കയറി നിന്നാൽ, അഭിഷേകത്തിന്റെ ജ്വലനത്തിലേക്ക് നമ്മൾ മാറി നിന്നാൽ, ഇപ്പം നമ്മെ ഇഷ്ടമുള്ള പലരും, ഇപ്പം നമ്മോട് ഇഷ്ടമുള്ള പലരും നമുക്കാരാവാം? ശത്രുക്കളാവാം. ഓ, ഇവനൊരു വലിയ പ്രാർത്ഥനക്കാരൻ, ഇവളൊരു വലിയ പ്രാർത്ഥനക്കാരി. ഇത് പറയുന്നത് പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്തിലുള്ളവരൊന്നുമല്ല, നമ്മുടെ ആളുകൾ തന്നെ പറയും. ഒന്നാമത് അവർ കത്തുകയില്ല, പക്ഷെ കത്തുന്ന നമ്മളെ കാണുമ്പോൾ അവർക്ക് കലിപ്പ. പോട്ടെ, അത് അത്രയും പറഞ്ഞപ്പം നിങ്ങൾ കുറച്ച് പേരുടെ മുഖം കണ്ടപ്പോൾ അതൊന്നുകൂടെ പറ മാസ്റ്റേ, ഞാനത് വീട്ടിലും അനുഭവിക്കുക. ഹല്ലേലൂയ. എത്ര നേരം സീരിയൽ കണ്ട് ഇരുന്നാലും നമ്മുടെ ആളുകൾക്ക് മടുക്കത്തില്ല. ചില സഹോദരന്മാരുടെ കാര്യം കൂടെ പറയുന്നു, മടുക്കത്തില്ല. അതേസമയം ടി വി എല്ലാം ഓഫ് ചെയ്ത് മുറിക്കകത്തോട്ട് കയറി ഇച്ചിരി ഒച്ചത്തിലൊന്ന് അന്യഭാഷ പറഞ്ഞ് എല്ലാവരും കിടന്നു. ഇച്ചിരി ഒച്ചത്തിലൊന്ന് അന്യഭാഷ പറഞ്ഞു പ്രാർത്ഥിച്ചു നിൽക്കി. മനുഷ്യന്റെ ശത്രുക്കൾ അവന്റെ വീട്ടുകാർ തന്നെ എന്നൊരു വാക്യമുണ്ട്. കുഞ്ഞോളെ, ദൈവം കേട്ടോളും, നീ ഇച്ചിരി ശബ്ദം കുറയ്ക്കേ. അതിനു മുമ്പ് ടി വിക്കകത്തൊന്ന് ചെവി പൊട്ടുന്ന സൗണ്ട് ഈ കുഞ്ഞച്ചൻ കേൾക്കുമായിരുന്നു. കുഞ്ഞച്ചൻ അതിൻ്റെ ശബ്ദം ഒന്നും ഒരു വിഷയവും, പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടാൽ. അപ്പം ആ കുഞ്ഞച്ചനെ ശ്രദ്ധിച്ചോണം, ഒന്നുകിൽ ഒരു 3 എണ്ണമെങ്കിലും പുള്ളിയുടെ മേളിലുണ്ട്. ഹല്ലേലൂയ. എനിക്ക് എണ്ണം കൃത്യമായിട്ട് അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ മറ്റ് ശബ്ദങ്ങൾക്കൊന്നും പ്രശ്നമില്ല. ആരാധനയുടെ ശബ്ദം കേട്ടാൽ, അത് നമ്മുടെ നാട്ടുകാർക്കും അങ്ങനെയാണല്ലോ. ചെവിക്കല്ല് പൊട്ടുന്ന സിസ്റ്റം 15,000 ഒക്കെ വെച്ച് ഇടിച്ചിളക്കുന്ന ഒരു പ്രോഗ്രാം നടന്നാൽ ഒരു കുഴപ്പമില്ല ഫോർട്ട് കൊച്ചിക്കാർക്ക്, കേരളത്തിലുള്ളവർക്ക്. അതേസമയം ഒരു 10,000-5,000 വാട്ട്സിന്റെ സിസ്റ്റം വെച്ച് ഒരു പരസ്യമോ ഒരു കൺവെൻഷനോ ഒക്കെ നടത്തി നോക്ക്, വെരുക നടക്കുന്ന പോലെ ഇവനിങ്ങനെ നടക്കുന്നു. നമ്മുടെ പിള്ളേരുടെ എക്സാമിന്റെ സമയത്ത് പോലും ചിലര് കോളാമ്പി വെച്ചാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്.
അതിന് പ്രശ്നമില്ല. റോഡിൽ പന്തലിട്ടാണ് പരിപാടി നടത്തുന്നത്, അതിന് പ്രശ്നമില്ല. പക്ഷെ നമ്മളാണെങ്കിലോ, നമ്മളെങ്ങാനും റോഡിൽ പന്തലിടുവോ? ഞാൻ താമസിക്കുന്നതിന് അടുത്തൊരു സ്ഥലമുണ്ട്, സ്ഥലപ്പേരൊന്നും പറയുന്നില്ല. അവിടെ റോഡിൽ പന്തലിടാറുണ്ട് ഒരു വിശേഷ ദിവസം, വർഷത്തിലൊരിക്കൽ. നമ്മുടെ സഭക്കാരെല്ലാം കൂടെ ചേർന്ന് റോഡിൽ ഒരു പന്തലിട്ട് ഒരു പരിപാടി വെക്കും. പെർമിഷൻ കിട്ടുമോ? പെർമിഷൻ കിട്ടത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, കൃപയുള്ളവനെതിരാണ് ഈ ലോകം, അഭിഷേകത്തിൽ നിൽക്കുന്നവനെതിരാണ് ഈ ലോകം. ആമേൻ. പോട്ടെ, നമ്മുടെ സമയം മുമ്പോട്ട് പോകുന്നു. പെട്ടെന്ന് ഞാൻ വരട്ടെ. സ്തോത്രം. അന്നു മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. അപ്പം ദാവീദിന് ശത്രുക്കൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒന്ന് ഇതാണ്. രണ്ട് ദാവീദ് എൻ്റെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ അതിന് വേറൊരർത്ഥം കൂടെ ഉണ്ട്. ഇത് മിസ് ചെയ്യാതെ കേൾക്കണം. ഊരിയാവിൻ്റെ ഭാര്യയോട് ദാവീദിന് ഒരു പ്രത്യേക താല്പര്യം, പ്രത്യേക ഇഷ്ടം. ദാവീദിന്റെ കുടുംബജീവിതത്തിന്റെ താളം തെറ്റുവാണ്. ശ്രദ്ധിച്ചു കേൾക്കണത്. ഏത് ദാവീദിന്റെ എന്ന് ഓർക്കണം? അഭിഷേകമുള്ള ദാവീദിന്റെ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവന്റെ കുടുംബജീവിതത്തിന്റെ താളം തെറ്റുക. എന്താ? മറ്റൊരാളിന്റെ ഭാര്യയിൽ ദാവീദിന് മോഹമുദിച്ചു. അതൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്ന ചിന്തയാ. പോട്ടെ, മോഹം മനസ്സിലല്ലേ, അതങ്ങ് വെച്ചുകൊണ്ടിരിക്കുകയോ തന്നിൽ തന്നെ അത് ഉപേക്ഷിച്ച് കളയുകയോ ഒക്കെ ചെയ്യാൻ മതി രഹസ്യമായി. പക്ഷെ മോഹം വളർന്നു. ആരെ കണ്ടു മോഹിച്ചോ ആ ആളെ സ്വന്തമാക്കാൻ വേണ്ടി ഊരിയാവിനെ കൊട്ടേഷൻകാർക്ക്, കൊലപാതകത്തിന് കൊട്ടേഷൻ കൊടുത്ത് ആ യുദ്ധക്കളത്തിൽ വെച്ച് കൃത്യമായി ഊരിയാവിനെ സ്കെച്ച് ചെയ്ത് കൊന്നുകളഞ്ഞു. എനിക്ക് ഞെട്ടലാണ് ആ ഭാഗം പഠിക്കുമ്പോൾ. ആരാ? തലയിൽ തൈലം വീണവൻ, രക്തത്താൽ ജയം. ഉപവാസ പ്രാർത്ഥനയുടെ പ്രഥമ രാത്രി പരിശുദ്ധാത്മാവ് നമ്മെ വിവേചിക്കുന്നു. മോഹം പാപമാണ്. പ്രാർത്ഥന കഴിയുന്നതിന് മുൻപ് നമ്മുടെ ദൈവകൃപയെ ചോർത്തുന്ന മോഹങ്ങളെ ജയിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ രക്തത്താൽ ജയം. ഒരുപക്ഷെ ഇന്നത്തെ ഒരു പ്രവാചകനും ഇതൊന്നും വെളിപ്പെടുകയില്ല. മോഹം ഗർഭം ധരിച്ചിരിക്കുന്നത് ദൈവാത്മാവ് കാണുന്നു. മടങ്ങി വരണം എന്ന് ദൂത് പറയുന്ന ഒരു പ്രവാചകനെ കാണിച്ചു തരാമോ നിങ്ങൾക്ക്? ഞാൻ വിളിച്ചോളാം അടുത്ത ആഴ്ച ചർച്ചിലേക്ക്. ഞാൻ വിളിച്ചോളാം. പറയില്ല. എനിക്കതുകൊണ്ട് ഭയമാണ്. ഇന്നത്തെ ആത്മീയത ജനത്തിന്റെ ഇടയിൽ മോഹം വളരുന്നുണ്ടെങ്കിൽ, സോഷ്യൽ മീഡിയയോടും മറ്റു മേഖലകളോടും ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിനെ വിരൽ ചൂണ്ടണ്ടേ പ്രവാചക ആത്മാവ് തൊടത്തില്ല. അങ്ങനെയൊക്കെ ശുശ്രൂഷിക്കാൻ തുടങ്ങിയാൽ അയാൾക്ക് വേദി കിട്ടുകയില്ല. അയാളെ ആരും വിളിക്കില്ല. ഒരുപക്ഷെ പൈസയും കിട്ടത്തില്ല. അപ്പൊ ആദായവും പദവിയും വലുതായി കാണുന്നവൻ പാപം മൂടി വെച്ചേച്ച് അനുഗ്രഹത്തിന്റെ ദൂത് പറയും. മഞ്ഞു പെയ്യുന്ന രാജ്യത്ത് നീ നിൽക്കുന്നതായി എൻ്റെ ആത്മാവ് കാണുന്നെന്ന് പറയും. ആ വ്യക്തിയിലാണ് മോഹം ഗർഭം ധരിച്ചിരിക്കുന്നത്. കണ്ടോ? അത് തൊടുന്നില്ലെന്ന് ഞാനത് വിശദീകരിക്കുന്നില്ല. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ദൈവമക്കളോട് ഈ തുടക്ക ദിവസം ഞാൻ പറയുക, പ്രിയരെ, ദൈവാത്മാവ് ഒരിക്കലും മുഖസ്തുതി പറയില്ല. നോ നോ നോ, മുഖസ്തുതി പറയില്ല. അകത്തു നോക്കി ഉള്ളത് പറയുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ. എൻ്റെ ആഗ്രഹം എന്താണെന്നറിയാവോ? ഈ തലമുറയിൽ അങ്ങനൊരു ശുശ്രൂഷ വെളിപ്പെടണം. ആ സഭകളിൽ ഞാൻ ഒന്നുകൂടെ പറയാം, ശുദ്ധീകരണമില്ലാത്ത ശക്തീകരണം, അത് തട്ടിപ്പാണ്.
അങ്ങനെയുള്ളവരോടൊക്കെ ദൈവം ക്ഷമിക്കട്ടെ. അവരൊക്കെ താരരാജാക്കന്മാരായി വാഴുക. കേരളത്തിൽ ശുദ്ധീകരണത്തിലേക്ക് ജനത്തെ നടത്താതെ യാന്ത്രികമായി സൃഷ്ടിക്കുന്ന ശാക്തീകരണത്തിന് അമിത പ്രാധാന്യം നൽകുന്ന അപകടകരമായ ഒരു ആത്മീയത ഇന്നിന്റെ ശാപമാണ്. സഭകൾ മടങ്ങി വന്നേ മതിയാകൂ. കാരണം കർത്താവ് വരുന്നത് ആരാധിക്കുന്നവരെ ചേർക്കാനല്ല, വിശുദ്ധന്മാരെ ചേർക്കാനാ. നമ്മുടെ പെർഫോമൻസിലൊന്നും പ്രസാദിക്കുന്നവനല്ല ദൈവം. നമ്മുടെ പെർഫോമൻസിലല്ല നമ്മുടെ കർത്താവ് പ്രസാദിക്കുന്നത്, നമ്മുടെ ആന്തരിക ശുദ്ധിയില. അതല്ലേ സങ്കീർത്തനത്തിൽ ഇരിക്കുന്ന പദമൊക്കെ, എൻ്റെ അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. ദൈവമക്കളെ, നമുക്ക് ജെനുവിനാകാൻ കഴിയണം, നമുക്ക് പരമാർത്ഥികളാകാൻ കഴിയണം. മദനയേലിനെ നോക്കി യേശു പറഞ്ഞത് എന്താ? നീ സാക്ഷാൽ ഇസ്രായേലിൻ, നിന്നിൽ കപടമില്ല. ഞാൻ ചിന്തിക്കുക, ശുശ്രൂഷയിൽ 40 വർഷം കഴിഞ്ഞിരിക്കുന്നു, 4 പതിറ്റാണ്ട്. ഇന്ന് രാത്രി കർത്താവ് എന്നെ നോക്കി പറയൂ, നീ സാക്ഷാൽ ഒരു ദൈവ പൈതല, നിന്നിൽ കപടമില്ല എന്ന് പറയാം. എനിക്ക് പ്രസാദിക്കാൻ കഴിയാത്തതൊന്നും നിന്നിലില്ല എന്നെൻ്റെ കർത്താവ് പറയുന്നില്ലെങ്കിൽ എൻ്റെ നിത്യത അപകടകരമായൊരു സ്റ്റേജിലാണ്. ദൈവമക്കളെ, നമുക്ക് ഏറ്റവും വലിയത് നമ്മുടെ നിത്യതയാക്കട്ടോ. ആമേൻ. നമ്മുടെ വിടുതലിനേക്കാൾ, നമ്മുടെ മറുപടിയേക്കാൾ, നമ്മുടെ വഴി നിരത്തുന്നതിനേക്കാൾ നമുക്ക് വലുത് നമ്മുടെ നിത്യതയാണ്. ഊരിയാവിനെ കൊന്നു. ആ കൊലപാതകത്തിന്റെ പിൻപിൽ ദാവീദാണെന്ന് ഒരുമാതിരി എല്ലാവരും അറിഞ്ഞു. ദാവീദിന് ഏറ്റവും അടുപ്പം ഉണ്ടായിരുന്ന ആളാ യോവാബ്. യോവാബും ദാവീദും ഭയങ്കര അടുപ്പക്കാരായിരുന്നു. പക്ഷെ യോവാബ് അന്നു മുതൽ ദാവീദിനെ വെറുത്തു തുടങ്ങി. കാരണം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങളെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല ഇതുവരെ കണ്ടത്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ടെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത്. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. നിങ്ങൾ ആ കഥ വായിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോവും. ആ യോവാബിനെ പിന്നെ കൊല്ലുന്നുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പൊ എന്നു മുതൽ ഊരിയാവിനെ കൃത്യമായി സ്കെച്ച് ചെയ്ത് കൊല്ലാൻ ദാവീദ് മുൻകൈ എടുത്ത് കൊന്നു. അന്നു മുതൽ യോവാബ് ഉൾപ്പെടെയുള്ള ആളുകൾ ദാവീദിന്റെ ശത്രുക്കളായി. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ദാവീദ് എന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞ പദത്തിന്റെ പഠനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാവീദിനുണ്ടായ 2ാം കൂട്ടം ശത്രുക്കൾ ഏതാ? ദൈവഹിതത്തിൽ നിന്ന് പുറത്തുപോയത് നിമിത്തം. മനസ്സിലാകുന്നുണ്ടോ? സ്വന്തം ജീവിതത്തിലെ നടപടി ദോഷം നിമിത്തം, തെറ്റുകൾ നിമിത്തം ദാവീദിനുണ്ടായ ശത്രുക്കൾ. ഇപ്പൊ ഉത്തരവായ എൻ്റെ ശത്രുക്കൾ എന്ന് ദാവീദ് പറയുമ്പോൾ ദാവീദിനുണ്ടായിരുന്ന ശത്രുക്കളെ 2ആയി തിരിക്കാം. ഒന്ന്, ദൈവഹിതത്തിന് അകത്ത് നിൽക്കുന്നത് നിമിത്തം, അഭിഷേകത്തിൽ ജ്വലിച്ചു നിൽക്കുന്നത് നിമിത്തം ദാവീദിനുണ്ടായ ശത്രുക്കൾ. 2, അരുതാത്തത് ചെയ്തത് നിമിത്തം, കൊലപാതകം പോലെയുള്ള മഹാപാപങ്ങളിലേക്ക് ദാവീദ് പോയതു നിമിത്തം ദാവീദിനോട് ഇഷ്ടമുണ്ടായിരുന്ന യോവാബ് ഉൾപ്പെടെ ഒരുപാട് പേർ ദാവീദിന്റെ ശത്രുക്കളായി. 2 വിഭാഗം ശത്രുക്കൾ. ഇനി വേണം അടുത്ത പദം ചിന്തിക്കാൻ. നമുക്കത് വിശദീകരിക്കാൻ നേരമില്ല, പെട്ടെന്ന് ഞാൻ പറഞ്ഞു നിർത്തും. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുന്നത് എന്താ? എന്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ എന്ന് പറഞ്ഞാൽ ദാവീദിന് കൃത്യം കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ട്. അതുകൊണ്ട് ദാവീദ് പറയുന്നതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? ദാവീദ് എന്താ ഉദ്ദേശിക്കുന്നത്?
ഞാൻ ഇതിനകത്ത് ഇടപെടുകയില്ല, ഞാൻ ഇടപെടുകയില്ല. നീ നീതിമാനാണല്ലോ, നിന്റെ നീതിയുടെ വെളിച്ചത്തിൽ നീ അത് ചെയ്താട്ടെ. എനിക്ക് പ്രതികാരമില്ല, എൻ്റെ ശത്രുക്കളോട് എനിക്ക് പ്രതികാരമില്ല. ദാവീദ് പ്രതികാരം ചെയ്തില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് എന്നറിയോ? ഈ ദാവീദിന്റെ മെയിൻ ശത്രു ശൗലായിരുന്നല്ലോ. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. ശൗലിനെ കൈ കിട്ടിയതാ അല്ലേ? അതുല്ലാം ഗുഹയിൽ വെച്ച് ശൗലിനെ കൈ കിട്ടിയതാ. ദാവീദും കൂട്ടരും ഗുഹയ്ക്കകത്തൊളിച്ചിരിക്കുമ്പോ ശൗല് ദാവീദിനെ തേടി വന്ന് ഗുഹയുടെ വാതിൽക്കൽ ഇരുന്ന് ക്ഷീണിച്ച് മയങ്ങിപ്പോയി. കൂടെ ഉണ്ടായിരുന്നവര് ഒരു കത്തി എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ദേ നമ്മുടെ ശത്രു, ദേവദാസന്റെ ശത്രു ദേ വാതിക്കൽ തട്ടിയേക്കാൻ പറഞ്ഞു. ദാവീദ് കത്തിയുമായിട്ട് ചെന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ദാവീദിനോട് ഇടപെട്ടു. യഹോവയുടെ അഭിഷക്തന്റെ മേൽ കൈവെക്കരുത്. ഓ, അതൊക്കെ എന്തൊരു ആത്മീയതയാ. നമ്മളൊക്കെയാണെ ഒന്ന് വരഞ്ഞെങ്കിലും വിട്ടേനെ. എന്നിട്ട് നമ്മൾ പറയും, ഞാനായതുകൊണ്ട് ഇങ്ങനെ തൊലി പോയതേ ഉള്ളു, അല്ലേ? ഓ, അപ്പൊ എല്ലാവരുടെ തട്ടിയനെ അല്ലേ? എങ്ങനെ വിശ്വസിക്കും നമ്മൾ ചിലരെ? എന്നാൽ നിങ്ങൾ നോക്കണം, ശൗലിനെ ദാവീദിന്റെ കയ്യിൽ കിട്ടിയെന്ന് തെളിയിക്കാൻ ദാവീദ് ഒരു കാര്യം ചെയ്തു. ആ കത്തി കൊണ്ട് ശൗലിന്റെ വസ്ത്രാഗ്രം മുറിച്ചെടുത്തു. എനിക്ക് എന്റെ അത്ഭുതം എന്നറിയോ? ശൗലിന്റെ വസ്ത്രാഗ്രം മുറിച്ചെടുത്തിട്ട് അത് ദാവീദിന്റെ മനസാക്ഷിയെ കുത്തി തുടങ്ങിയെന്ന. ഉയ്യോ, നമ്മൾ കണ്ടിച്ചിട്ടാലും നമുക്ക് ഒരു മനസാക്ഷി കുത്തൂല്ല. വസ്ത്രാഗ്രം മുറിച്ചിട്ട് ദാവീദിന്റെ മനസാക്ഷി കുത്തി തുടങ്ങി. ഇപ്പൊ മനസ്സിലായോ? അപ്പം ദാവീദ് പ്രാർത്ഥിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? എന്റെ ശത്രുക്കൾ ആരൊക്കെയാണെന്ന് നിനക്കറിയാം, എന്തുകൊണ്ടാണ് എനിക്ക് ശത്രുക്കൾ ഉണ്ടായതെന്നും നിനക്കറിയാം. എനിക്ക് ഈ കാര്യത്തിൽ പ്രതികാരമില്ല, ഞാൻ ഇതിനകത്ത് ഇടപെടുകയില്ല. നിന്റെ നീതി, അതാ ദാവീദ് പറയുന്നത്, നിന്റെ നീതി നടത്തേണമേ. ആമേൻ. ഞാൻ ഇന്ന് രാത്രി ദൈവമക്കളോട് പറയാം, ദൈവത്തിന് വിട്ടേറെ. നിന്നെ വേദനിപ്പിക്കുന്ന ആ വിഷയം, നിന്നെ വേദനിപ്പിക്കുന്നവരെയും ദൈവത്തിന് വിട്ടേറെ. അവൻ നീതി നടപ്പാക്കുന്ന ദൈവമാ, അവൻ നീതിയോടെ കാര്യം ചെയ്യുന്ന ദൈവമാ. അതുകൊണ്ട് ഞാൻ ആ ദൂത് ആവർത്തിച്ചു പറയുന്നു, ഈ 2025 നമ്മുടെ ഈ പ്രാർത്ഥനയിൽ ദൈവം തന്റെ നീതി നടപ്പാക്കാൻ പോകുന്നു. അത് വിശദീകരിക്കാതെ രണ്ടാമത്തെ വാചകം പറഞ്ഞു നിർത്താം. നിങ്ങൾ ആ വാക്യം വീട്ടിൽ ചെന്ന് നോക്കണം. എന്റെ മുമ്പിൽ നിന്റെ വഴി നിരപ്പാക്കണമെന്നാ. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ? ഞാൻ കൂടെ ശ്രദ്ധിച്ചത്, ഇനി ട്രാൻസ്ലേഷനിൽ പ്രിന്റ് ചെയ്തപ്പോൾ മാറിപ്പോയതാണോ? നിന്റെ മുമ്പിൽ എന്റെ വഴി നിരപ്പാക്കണമെന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്റെ വഴിയല്ലേ നിരപ്പാക്കേണ്ടത്. പക്ഷെ ദാവീദ് പ്രാർത്ഥിച്ചത് എങ്ങനെ? എന്റെ മുമ്പിൽ നിന്റെ വഴി നിരപ്പാക്കണമെന്ന്. അതിന്റെ അർത്ഥം എന്നാ? ദാവീദേ, നിന്റെ ശത്രുക്കൾ ദൈവത്തിന്റെ ശത്രുക്കളാണ്. കയ്യിലിരിപ്പ് കൊണ്ടുണ്ടായ ശത്രുക്കളുടെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. ദൈവഹിതപ്രകാരം നിന്നതിന്റെ പേരിൽ നിനക്ക് ശത്രുക്കൾ ഉണ്ടായെങ്കിൽ ആ ശത്രുക്കൾ ആരുടെയും കൂടെ ശത്രുക്കളാണ്? ദൈവത്തിന്റെയും കൂടെ ശത്രുക്കളാണ്. അപ്പൊ എന്റെ ശത്രുക്കൾ ദൈവത്തിന്റെയും കൂടെ ശത്രുക്കളാണ്. അപ്പൊ ദാവീദ് രാജസ്ഥാനത്ത് വരണം എന്നുള്ളത് ദൈവത്തിന്റെ വഴിയാ, ദൈവത്തിന്റെ പദ്ധതിയാ. ദാവീദ് ഒരിക്കലും രാജാവാകാൻ ആഗ്രഹിച്ചിട്ടില്ല. ദാവീദിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതല്ലേ ദൈവം. അപ്പോൾ രാജപദവിയിലേക്കുള്ള ദാവീദിന്റെ യാത്രാ വഴിയിൽ ആരുണ്ട് തടസ്സമായി? ദാവീദിന്റെ ശത്രുക്കളുണ്ട്. ആ വിഷയവും ദാവീദ് ആരെ ഏൽപ്പിക്കുക? ദൈവത്തെ ഏൽപ്പിക്കുക. എന്ന് പറഞ്ഞാൽ അവൻ നിരത്തിയാൽ, അവൻ ഈ വഴിയിൽ തടസ്സം സൃഷ്ടിക്കുന്ന ശത്രു ശക്തികളെ നിരത്തിയാൽ പിന്നെ ഒരുത്തനും തലപൊക്കത്തില്ല. ഓ, ഇതിനകത്തൂടെ ഇറങ്ങി നടന്നാൽ ചിലരുടെ തലയിൽ കൈവച്ച് ഞാൻ ഈ ദൂത് പറയേണ്ടി വരും. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, വഴി നിരത്തുന്നവൻ, വഴിയിലെ ദുർഘടങ്ങൾ കണ്ട് മനസ്സ് വേദനിക്കുന്ന ദൈവ പൈതലേ,
വഴി നിരത്തുന്നവൻ തന്റെ കരം ചലിപ്പിക്കുന്നു. വഴി നിരത്തുന്നവൻ തന്റെ കരം ചലിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഭാഗത്തെ കുറ്റം കൊണ്ട് നമുക്ക് ശത്രുക്കൾ ഉണ്ടായാൽ ദൈവം ഇടപെടുകയില്ല. അത് നമ്മൾ പരിഹരിക്കണം. ആ വിഷയം നമ്മൾ പരിഹരിക്കണം. എന്നാൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവം പറഞ്ഞിട്ട് ഒരഭിഷേകത്തിലേക്കോ ഒരാത്മീയ ഉയർച്ചയിലേക്കോ ഞാൻ വന്നിട്ട് അതിൻ്റെ പേരിൽ വഴിയിൽ ഏതെങ്കിലും ശത്രുക്കള് കയറി നിന്നാൽ നമ്മൾ ഒന്നും ചെയ്യണ്ട. അവൻ ഇറങ്ങി നിന്ന് നിരപ്പാക്കും. ഹല്ലേലൂയ. സെരുബ്ബാബേലിന്റെ ആ വാക്യം പറയാൻ ദൈവാത്മാവ് എന്നോട് പറയുന്നു. മുമ്പിലുള്ള മഹാപർവ്വതമേ, മുമ്പോട്ട് വിടത്തില്ലെന്ന് വാദിച്ച്, മുമ്പോട്ട് വിടുകയില്ലെന്ന് വാദിച്ച് വഴിയിൽ തടസ്സമായി നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരുവെന്ന. എങ്ങനെ കൃപ കൃപ എന്ന ആർപ്പ് മുഴങ്ങിയാൽ ഇന്ന് രാത്രി ആരും നമ്മുടെ തലമേൽ കൈവെക്കണ്ട. നീ കൃപയിലൊന്ന് ആശ്രയിച്ചേ, കൃപയിലൊന്ന് ശക്തിപ്പെട്ടെ. പർവ്വതം സമഭൂമിയാകുന്നു, വഴി നിരപ്പാകുന്നു. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ആമേൻ, ആമേൻ, ആമേൻ. സത്യത്തിന് വേണ്ടി ഇറങ്ങിയതിന്റെ പേരിൽ, വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയതിന്റെ പേരിൽ, ഈ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നതിന്റെ പേരിൽ നിനക്കാരൊക്കെ ശത്രുക്കളുണ്ടായാലും അവരൊക്കെ എന്തൊക്കെ ചെയ്താലും, ഞാൻ ഈ ഭാഷയൊന്നും ഉപയോഗിക്കുന്ന ആളല്ലെങ്കിലും അങ്ങനെ പറയാൻ എൻ്റെ മനസ്സിലൊരു താല്പര്യം. താക്കിട്ട് ജപിച്ച് ചെയ്താലും മണ്ണിൽ കുഴിച്ചിട്ടാലും 60 പൂജ നിനക്കെതിരെ ചെയ്താലും ഈ ലോകം മുഴുവൻ നടന്ന് സകല മന്ത്രവാദികളെയും സ്വാധീനിച്ച് നിന്നെ മടക്കിക്കൊണ്ടുപോകാൻ, നിന്റെ നന്മയെ മുടക്കാൻ ശത്രു ശ്രമിച്ചാലുണ്ടല്ലോ, എന്റെ ദൈവം വഴി നിരത്തുവെന്ന്. നിരത്തും. ഓ, ഇന്ന് രാത്രി തടസ്സങ്ങൾ വഴിമാറുന്നു. അതെ, ചിലർക്കെതിരെ ചില മന്ത്രശക്തികളുടെ വ്യാപാരങ്ങൾ ചിലപ്പോൾ തലപൊക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി വചനത്തിന്റെ വാളുകൊണ്ട് ആ പോരിനെ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഒരുമിച്ച് വെട്ടുന്നു. രക്തം ജയം. ഒരു നിമിഷം നമുക്ക് എഴുന്നേൽക്കാം. ഒരു നിമിഷം. ദൈവമേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണം. എൻ്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണം. ഹല്ലേലൂയ. ഈ ദൈവം നമ്മുടെ ദൈവം. ഈ 21 ദിവസത്തെ പ്രാർത്ഥനയുടെ പ്രഥമ ദിനത്തിൽ നീതി നടത്തുന്നവൻ, വഴി നിരത്തുന്നവൻ. ഇതിനകത്ത് ഇറങ്ങി നിന്ന് നമ്മളോട് ഹൃദ്യമായി സംസാരിച്ചിരിക്കുക. അതുകൊണ്ട് ആശങ്ക വേണ്ട, ധൈര്യപ്പെട. ക്രമീകരിക്കേണ്ട മേഖലകളൊക്കെ ക്രമീകരിച്ചു. എന്തൊക്കെയാണ് വിട്ടുകളയാനുള്ളതെല്ലാം വിട്ടുകളഞ്ഞു. മടങ്ങി വരേണ്ട മേഖലകളിൽ മടങ്ങി വന്നു. ഇന്ന് രാത്രി എൻ്റെ ശുദ്ധീകരണത്തിനും എൻ്റെ വിടുതലിനും എൻ്റെ ശക്തീകരണത്തിനും ആവശ്യമായ ആത്മീയ ആലോചന ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പങ്കുവെച്ചു എന്ന് ഉള്ളത്തിൽ ഉറപ്പുള്ള ദൈവമക്കൾ, ഉത്തമ ബോധ്യമുള്ള ദൈവമക്കൾ ആ കരങ്ങളൊന്ന് ഉയർത്തി. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ട്. നമ്മൾ ആ പാട്ടിൻ്റെ 1-2 സ്റ്റാൻസ് ഒന്ന് പാടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് വിശ്വാസത്തോടെ പാടണം. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ആ കർത്താവിനെ കുറിച്ച്. അങ്ങനെ ഒരു മേശ കാണുമോ മനസ്സിൽ? അത് വചനമല്ലേ?
23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് എന്താ പറഞ്ഞേ? അതൊക്കെ ഇതൊക്കെ ചേർത്ത് വെക്കേണ്ടതാ എന്ന് പറഞ്ഞാൽ ആ പ്രതിസന്ധികളെല്ലാം ദാവീദ് മറികടന്നിട്ട് 23-ാം സങ്കീർത്തനം വന്നപ്പം പറയുക, ഞാനിപ്പം കാണുന്നത് ഒരു മേശയാ. അതെവിടെയാ എൻ്റെ മേശ ഒരുക്കിയേക്കുന്നത്? ശത്രുക്കളുടെ മുൻപാകെ. അങ്ങനെയല്ലേ 23-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്? ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കുന്ന ഒരു നല്ല കർത്താവാ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. ഹല്ലേലൂയ. ആ ഉറപ്പോടെ വേണ്ട ഇന്ന് രാത്രി പോകാൻ, ആ ധൈര്യത്തോടെ വേണ്ട ഇന്ന് രാത്രി പോകാൻ. അതരങ്ങൾ ചലിപ്പിച്ച് ഒരുമിച്ച് ഒരു നിമിഷം കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ആമേൻ. പോരാ പോരാ പോരാ. ആമേൻ. ഞാൻ പറഞ്ഞിട്ടല്ല. കർത്താവേ, ഇന്ന് രാത്രി എൻ്റെ വഴി നിരത്തുന്ന ദിവസമാണ്. എനിക്ക് വേണ്ടി നീതി നടത്തുന്ന ദിവസമാണ്.